والسلام على من لا نبي بعد. صحيح ترغيب وترهيب كتاب الصلاة له അടുത്ത ഫസ്ൽ الترغيب في تنظيف المساجد وتطهيرها وما جاء في تجميلها. മസ്ജിദിലെ വൃത്തിയായി കാത്തു സൂക്ഷിക്കുന്നതും അതുപോലെ വൃത്തിയാക്കുന്നതുമെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ, അതിൽ സുഗന്ധം പുകയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ഫസ്ലിൽ പറഞ്ഞു മസ്ജിദ് നിർമ്മിക്കുന്നതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രതിഫലവും എല്ലാം പറഞ്ഞിരുന്നു. മസ്ജിദ് നിർമ്മിക്കുന്നത് പോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ മസ്ജിദിനെ ഏറ്റവും വൃത്തിയായി കാത്തു സൂക്ഷിക്കുക എന്ന്. മസ്ജിദ് അള്ളാഹുവിൻ്റെ ബൈറ്റാണ്. അതുപോലെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യപ്പെടേണ്ട സ്ഥലമാണ്. അള്ളാഹുവിൻ്റെ നൂറുള്ള സ്ഥലമാണെന്ന് അള്ളാഹു തആല ഖുർആനിലൂടെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ മസ്ജിദുകളെ വളരെയധികം തഅ്ലീം ചെയ്യേണ്ട, നമ്മൾ അല്ലാതെയുള്ളൊരു പ്രദേശം പോലെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകേണ്ട ഒരു സ്ഥലമല്ല. അവിടെ നല്ല വൃത്തിയും അതുപോലെ നല്ല സുഗന്ധവും അതെല്ലാം ശ്രദ്ധിച്ച് കാത്തു സൂക്ഷിക്കേണ്ട കാര്യമാണ്. عن أبي هريرة رضي الله عنه أن امرأة سوداء كانت تقم المسجد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ അഥവാ മസ്ജിദുൻ നബവിയിൽ ഒരു കറുത്ത വർഗ്ഗക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ മസ്ജിദിന്റെ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ടായിരുന്നു. മസ്ജിദ് വൃത്തിയാക്കാനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഫഫഖദഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കുറച്ച് ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കാണാതായി, അഥവാ മസ്ജിദിൽ അവർ വൃത്തിയാക്കുന്നതിന് വരുന്നതുമൊന്നും കാണാതായി. ഫസഅല അൻഹാ ബഅദ അയ്യാമിൻ. അങ്ങനെ അവരെ കാണാതായപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി ദിവസം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കുറിച്ച് ചോദിച്ചു, സഹാബികളോട് അന്വേഷിച്ചു. ഫഖീല ലഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു, ഇന്നഹാ മാതത്, അവർ മരണപ്പെട്ടു എന്ന് അറിയിച്ചു. അന്ന് പ്രത്യേകിച്ച് മദീനയിൽ ഈ കറുത്ത വർഗ്ഗക്കാരെന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും അടിമകളായിട്ടാണ് ഹബശിയകളായിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്കിടയിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഗോത്രമോ അങ്ങനെയുള്ള ആളുകളൊന്നുമല്ല. അപ്പോൾ ഇവർ കുറച്ച് ദിവസം മസ്ജിദിൽ അവർ വൃത്തിയാക്കാനും ഒന്നും കാണാതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അവർ മരണപ്പെട്ടിട്ടുണ്ട്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഹല്ലാ അദൻതുമൂനി, നിങ്ങൾക്ക് എന്നെ അറിയിക്കാമായിരുന്നില്ലേ? നിങ്ങൾ എന്തേ അറിയിക്കാതിരുന്നത്? ആ മരണവിവരം എന്നെ അറിയിക്കാതിരുന്നില്ലേ എന്ന് പറഞ്ഞു. അറിയിക്കാതിരിക്കാനുള്ള കാരണം അതാണ്, പ്രത്യേകിച്ച് അറിയപ്പെടുന്ന ഒരാളായിക്കൊള്ളണമെന്നില്ല, ആളുകൾക്കിടയിൽ പ്രത്യേക സ്ഥാനമുള്ള ആളൊന്നും ആവൂല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചിട്ടില്ല. ഫഅതാ ഖബ്റഹാ ഫസല്ല അലൈഹാ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഖബർ എവിടെയാണെന്ന് അന്വേഷിക്കുകയും ആ ഖബറിന്റെ അടുക്കൽ പോയി ജനാസ നിസ്കാരം നിർവഹിക്കുകയും ചെയ്തു. ഖബറിന്റെ അടുക്കൽ, കാരണം മയ്യിത്ത് നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഖബർ പ്രത്യേകം അന്വേഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പോയി ജനാസ നിസ്കാരം നിസ്കരിച്ചു. മറ്റൊരു റിവായത്തിൽ വറവാഹു ഇബ്നു മാജ അയ്ളൻ വഇബ്നു ഖുസൈമ അൻ അബീ സഈദ് ഖാല كانت سوداء تقم المسجد وتوفيت ليلا فلما أصبح رسول الله صلى الله عليه وسلم أخبر بها فقال. ഈ ഒരു സ്ത്രീ ഒരു ദിവസം രാത്രിയിൽ മരണപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാതെ തന്നെ മറമാടുകയെല്ലാം ചെയ്തു. പിറ്റേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് അപ്പോൾ തന്നെ എന്നെ അറിയിക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഫഖറജ ബിഅസ്ഹാബിഹി ഫവഖഫ അലാ ഖബ്രിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോടൊപ്പം അവരെ ഖബറിന്റെ അടുക്കൽ എത്തുകയും ഫകബ്ബറ അലൈഹ വന്നാസു ഖൽഫഹു വദഅ ലഹാ ثم انصرف. അവിടെ വെച്ച് ജനാസ നിസ്കാരം നിർവഹിക്കുകയും അതിനുശേഷം പിരിഞ്ഞു പോവുകയും ചെയ്തു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കൽ പോയി ജനാസ നിസ്കരിച്ചതിന് ഈ ഒരു സംഭവം മാത്രമാണ് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ഈ ബാബിൽ കൊണ്ടുവരാനുള്ള കാരണം, മസ്ജിദ് വൃത്തിയാക്കിയിരുന്ന അല്ലെങ്കിൽ മസ്ജിദിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്ന, അത് ഏറ്റവും നിലയിൽ കൊണ്ടു നടന്നിരുന്ന ഒരു സ്ത്രീ, അവർക്ക് അവർ ചെയ്ത ആ കർമ്മം കൊണ്ട്, ആ പ്രവർത്തനം കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന നൽകിയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഇത് ഉലമാക്കൾ ഈ ബാബിൽ കൊണ്ടുവരുന്നത് മസ്ജിദ് വൃത്തിയാക്കുക അല്ലെങ്കിൽ മസ്ജിദിലെ
ആ രീതിയിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. وعن سمرة بن جندب رضي الله عنه قال أمرنا رسول الله صلى الله عليه وسلم أن نتخذ المساجد في ديارنا وأمرنا أن ننظفها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു. ഞങ്ങളുടെ ദൗർ എന്ന് ഉദ്ദേശിക്കുന്നത് ഗോത്രമാണ്, ഒരാളുകൾ കൂടി താമസിക്കുന്ന ഗോത്രം. അവിടെ ഒരു മസ്ജിദ് നിങ്ങൾ ഉണ്ടാക്കണം, അവർക്ക് അവിടെയുള്ള ആളുകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി മസ്ജിദ് ഉണ്ടാക്കണം എന്നും പറഞ്ഞു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതോടൊപ്പം കൽപ്പിച്ചു അത് വൃത്തിയായി കാത്തു സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന വന്നിട്ടുള്ള വിഷയമാണ്. മസ്ജിദ് നിർമ്മിക്കാൻ അവിടെ ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അതുപോലെ ആ മസ്ജിദിനെ ഏറ്റവും വൃത്തിയായി നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കണം, അതിനുള്ള എല്ലാ തഅദീമും കൊടുത്ത് അതിനെ കാത്തു സൂക്ഷിക്കണം, വൃത്തിയാക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസ് വൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് أمرنا رسول الله صلى الله عليه وسلم ببناء المساجد في الدور وأن تنظف وتطيب. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ഗോത്രങ്ങളിൽ അവിടെയുള്ള ആളുകൾക്ക് നിസ്കരിക്കാൻ മസ്ജിദ് നിർമ്മിക്കാൻ കൽപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ അതിനെ വൃത്തിയായി കാത്തു സൂക്ഷിക്കാനും അവിടെ സുഗന്ധം, നല്ല ഗന്ധമുള്ള ബഹൂറും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് ആ മസ്ജിദിൽ നല്ല സുഗന്ധം ഉണ്ടാക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നു, കൽപ്പിച്ചിരുന്നു എന്ന് ഹദീസ് കാണാം. അപ്പോൾ നമ്മളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പ്രത്യേകിച്ച് കുട്ടികളും എല്ലാം നമ്മൾ മുഴുവൻ സമയവും മസ്ജിദിൽ തന്നെയാണ്. ഒരിക്കലും നമ്മൾ കുറെ ദിവസം നിന്ന് കഴിഞ്ഞാൽ ഇത് വീട് പോലെയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലം പോണെന്ന് ഒരു ശ്രദ്ധയില്ലാതെ ഒരിക്കലും നമ്മൾ ആകാൻ പാടില്ല. അതിന്റെ വൃത്തിയിൽ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും അഴുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചറകളോ അതുപോലെ എന്തെങ്കിലുമൊക്കെ മസ്ജിദിൽ കിടക്കുകയാണെങ്കിൽ അതെടുത്ത് മാറ്റുക, അത് വൃത്തിയാക്കുക എന്നുള്ളതെല്ലാം വളരെ പ്രതിഫലം ലഭിക്കുന്ന മഹത്തായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മസ്ജിദിനെ വൃത്തിയായി കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക. ബറക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.